പ്ലാൻ പാർക്ക് വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉദയൻ. ഇന്ന് നമുക്ക് ബിഗോണിയ എന്ന ചെടിയെ പരിചയപ്പെടാം. ബിഗോണിയയുടെ വിശദാംശങ്ങൾ നമ്മോട് പറയാനായി സിബി ജോസഫ് എത്തിയിട്ടുണ്ട്. സിബി, നമസ്കാരം. സിബി, ധാരാളം വെറൈറ്റികളുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണല്ലോ ബിഗോണിയ. അതെ അതെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് വിവരിക്കാമോ? ഇത് ബിഗോണിയ ഏകദേശം ഒരു 2000 വെറൈറ്റിയോളം ഉണ്ട്. 2000 വെറൈറ്റി ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ എല്ലായിടത്തും മൊത്തത്തിൽ പടർന്ന് കിടക്കുന്ന ആഫ്രിക്കയിലാണ് ഇതിൻ്റെ ഒറിജിന്. അങ്ങനെ നോക്കുമ്പോൾ 2000. പക്ഷെ നമ്മൾ ഈ മൊത്തത്തിൽ ഒരു 100-150 വെറൈറ്റി കോമൺ ആയിട്ട് നഴ്സറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ലഭ്യമാണ്. 150ഓളം വെറൈറ്റികൾ ലഭ്യമാണ്. പിന്നെ ബിഗോണിയ ശരിക്ക് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോർ ആണെങ്കിലും തന്നെ ഇതിന് ഒരു തണുപ്പ് കൂടി. അത് ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെയാണ് ഏറ്റവും സ്യൂട്ട്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 2000 അടിക്ക് മേലോട്ടുള്ള മേഖലകളിൽ ഇത് കോമൺ ആയിട്ട് വളരും. മറ്റുള്ളിടത്ത് വളരും. നമ്മൾ സെമി ഷെയ്ഡ് ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ മറ്റുള്ളിടത്തും നല്ലപോലെ വളരും. പൊതുവെ പറയുന്നത് ബിഗോണിയ ഇലയും പൂവും ഒരുപോലെ ആകർഷകമായിട്ടുള്ള ഒരു ചെടിയാണെന്നാണ്. അത് എത്രമാത്രം ശരിയാണ്? ഇത് എല്ലാ ബിഗോണിയും മനോഹരമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കും. എല്ലാ വെറൈറ്റി ഉൽപ്പാദിപ്പിക്കും. അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് എല്ലാ ബിഗോണിയും നമുക്ക് എല്ലാ കാലാവസ്ഥയിലും വളരില്ല. പിന്നെ അത് ഊട്ടി അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഹിമാചൽ പ്രദേശ്, ഇന്ത്യയിലാണെങ്കിൽ ഹിമാചൽ പ്രദേശ് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളുടെ നോർത്ത് ഈസ്റ്റിലെല്ലാമാണ്. അത് ഉത്തരാഖണ്ഡിലൊക്കെയാണ്. അത് നല്ല തണുപ്പുള്ളിടത്താണ്. സൗത്ത് ഇന്ത്യയിൽ ഇത് ഊട്ടിയിൽ മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. പിന്നെ നോർമലുള്ള എല്ലാ സ്ഥലത്തും ഫ്ലവർ ചെയ്യും. പക്ഷേ പല ബിഗോണിയും പൂവിനേക്കാളും ഭംഗി ഇലകൾക്കായിരിക്കും. ഇലകളിൽ ഒരു ചിത്രകാരൻ ഇങ്ങനെ ചിത്രം വരച്ചതുപോലെ പല ഡിസൈനും കുത്തുകളും വരകളും ഒക്കെ വെറൈറ്റി. ഇതിൻ്റെ പൂവിനേക്കാളും ഇലകൾ കൊണ്ട് തന്നെ ഇത് അട്രാക്റ്റീവ് ആയിട്ട് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് ബിഗോണിയെ കുറിച്ച് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ? ബിഗോണിയ വളർത്തുമ്പം ഇത് ലോങ് ലൈഫ് പ്ലാന്റ് തന്നെ. ലോങ് ലൈഫ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വർഷം വരെയൊക്കെ ഒരു ചെടിയെ തന്നെ നിലനിർത്താവുന്ന ചെടിയാണ്. ഇലയിൽ നിന്നാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ. പല രീതിയിലുണ്ട്. കട്ട് ചെയ്ത് നടാം, ഇല നടാം. ഇലയിൽ നിന്നാണ് എല്ലാ ബിഗോണിയും നോർമൽ കൂടുതൽ വെറൈറ്റികൾ ഇലയിൽ നിന്നാണ് ഇല കുത്തിപ്പിടിപ്പിക്കാവുന്നത്. വിത്തുണ്ടാകുന്ന വെറൈറ്റി ടീ ബിഗോണിയ പറഞ്ഞില്ലേ, അതിന് വിത്തുകൾ തന്നെയാണ്. അതും കമ്പ് കുത്തിപ്പിടിപ്പിക്കാം. പക്ഷേ അതിൽ നിന്ന് കോമൺ ആയിട്ട് വിത്തുകളുണ്ടാകും. അതിങ്ങനെ നമുക്ക് അതിൻ്റെ കമ്മൽ പോലെ, പൂവിനേഷം കമ്മൽ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതിനുള്ളിൽ വളരെ ചെറിയ പൗഡർ പോലെ ഉണ്ടാകും. അത് ശരിക്കും പറന്നു പോയിട്ട് എവിടെയെങ്കിലും ഈർപ്പം നിലനിൽക്കുന്ന മോസൊക്കെ ഉള്ളിടത്ത് അവിടെ നിന്ന് തനിയെ മുളച്ചു വരുവാണ് വിത്തുകൾ പറന്നു പോവുക ചെയ്യുക. അന്നേരം അത് നമ്മൾ ഈ മതിലുകളിലൊക്കെ പറ്റിപ്പിടിച്ചോ അല്ലെങ്കിൽ പായലിലോ മോസിലൊക്കെ പറ്റിപ്പിടിച്ച് മഴക്കാലത്ത് അങ്ങനെ കിളുത്ത് വരും. സാധാരണ നഴ്സറികളിൽ ഇത് ഇല കുത്തി പിടിപ്പിക്കുക അല്ലെങ്കിൽ എല്ലായിടത്തും ചെയ്യാവുന്ന വലിയൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വളമായിട്ട് എന്താ നൽകുന്നത്? വളം പിന്നീട് ഇതിന് കൂടുതൽ ഇതിനൊക്കെ ലിക്വിഡായിട്ട് പിന്നെ ഒന്ന് നമ്മൾ വെക്കുന്ന ചട്ടി നിറഞ്ഞ് ഇത് കവർ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മറ്റുള്ള വളങ്ങളൊന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം എപ്പോഴും നമ്മൾ ലിക്വിഡായിട്ട് എന്ത് വളങ്ങൾ വേണം കലക്കി വെള്ളത്തിൽ ലയിക്കുന്ന ഏതെങ്കിലും വളങ്ങൾ, ഇനി അല്ലെങ്കിൽ ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും NPK വെള്ളത്തിൽ കലക്കി ഒഴിച്ച് നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ്? അതായത് ചിലത് സെമി ഇൻഡോർ ആണ്, ചിലത് തീർത്തും ഇത് സെമി ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. സെമി ഇൻഡോർ പ്ലാന്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ വീടുകളിൽ നമ്മുടെ വരാന്തയിൽ ബാൽക്കണിയിൽ ഒക്കെ പൂർണ്ണമായിട്ട്
റൂമിനുള്ളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കൊണ്ടുപോകുന്ന പോവില്ല, ചെടി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ സിബി ഇത് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഇത് സെമി ഇൻഡോർ പ്ലാന്റ് ആണെന്ന്. അതെ അതെ അതെ. അങ്ങനെയാകുമ്പോൾ ഡയറക്റ്റ് ഇതിന് പ്രകാശം തട്ടേണ്ട കാര്യമില്ല. അതെ. അതേ സമയത്ത് ഇത് നമുക്കിപ്പോൾ പൂന്തോട്ടത്തിൽ, മുറ്റത്തുള്ള ഒരു ഗൃഹാങ്കണ തോട്ടത്തിൽ ഈ മരലിൻ്റെ തണലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് വെക്കാൻ പറ്റും. തണലത്ത് വളരുന്ന പ്ലാന്റുകളായതുകൊണ്ട് തന്നെ നമുക്ക് മരങ്ങളുടെയൊക്കെ ചുവട്ടിലുള്ള ഏരിയകളൊക്കെ കവർ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. എങ്കിൽ തന്നെ ഹെവി റെയിൻഡ് ഏരിയയിൽ ഇത് പറ്റില്ല. മഴക്കാലത്ത് വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇത് ചെയ്യും. ഇതിന് വെള്ളം അധികം പറ്റില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം മഴ കൊള്ളാൻ പാടില്ല. മഴ കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസിൽ നമുക്കിത് സ്യൂട്ടല്ല ഈ പ്ലാന്റ്. സാധാരണ ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തുള്ള വളങ്ങളിൽ ഇപ്പോൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണക വെള്ളം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെടികൾക്ക്, ഈ ചെടികൾക്ക് ചാണകം പാടില്ല എന്ന ഒരു ചെടിയും ചാണകം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ചെടിയുമില്ല. ഒരു ചെടിക്ക് ചാണകം നിഷിദ്ധമല്ല. ഇതിൽ പക്ക കമ്പോസ്റ്റ് അല്ലേ. അതോ പിന്നെ ഈ ചെടി നശിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ചീഞ്ഞു പോകാനോ ഉണങ്ങി പോകാനോ ഒക്കെ ഉള്ള സാഹചര്യം? ഇതിന് നോർമൽ ഫംഗസ് പിടിക്കും. ഓവർ വാട്ടറിങ് ആണ് മെയിൻ റീസൺ. വെള്ളം അധികമായാൽ ഇതിന് ഫംഗസ് പിടിക്കും, ചീച്ചിൽ പിടിക്കും. അതാണ്. പിന്നെ ഇതിനകത്ത് നീര് ഊറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം ഉണ്ടാവും. സക്കിങ് പെസ്റ്റ്. അന്നേരം നീരൂറ്റി കുടിക്കുന്നതിന് നോർമലിൽ നമുക്ക് ആയുർവേദത്തിൽ ഇപ്പം പറയപ്പെടുന്ന ചില നീം ഓയിലിൻ്റെ നീമിൽ നിന്നെടുക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻ്റുള്ള മരുന്നുകളൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നുമല്ല, ഞങ്ങൾ നേഴ്സറികളിൽ അല്ലാതെ കൃത്യമായിട്ട് അതിന് റിസൾട്ട് തരണം. എന്ന് വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പരീക്ഷിക്കാൻ നേരം ഉണ്ടാകില്ല. അതുകൊണ്ട് ഒരു രോഗം വന്നാൽ അതിന് ഏറ്റവും അനുയോജ്യമായ മരുന്ന് അവൈലബിളായത് അടിക്കുക എന്നുള്ളതാണ്, വാങ്ങിയിട്ട് അടിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് നമുക്കൊരു പരീക്ഷിക്കാനോ നീമോയോ ഒന്ന് അടിച്ചു നോക്കിയിട്ട് 15 ദിവസം കഴിയുമ്പോൾ ഇതിന് നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇത് തന്നെ രോഗങ്ങളുണ്ട്. സക്കിംഗ് പെസ്റ്റിൻ്റെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ഓവർ വാട്ടറിങ് വഴിയാണ്. പിന്നെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇല ബേണായിപ്പോയി, ഇല കരിഞ്ഞു പോവും, മഞ്ഞ കളറായി പോവും, മുരടിച്ചു പോവും, ഇല ഉരുകി തീരുക എന്ന് പറയും. ബിഗോണിയ എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുകി പോകുന്ന പോലെയാണ് തോന്നുക. എന്ന് വെച്ചാൽ ഇലകൾ ഇങ്ങനെ കരിഞ്ഞ് തണ്ടിലേക്ക് വരും. അങ്ങനെ വരുന്നുണ്ട്. അത് ചൂട് കൂടുതലായതുകൊണ്ടാണെന്ന് തണലത്തേക്ക് മാറ്റിയാൽ ഓട്ടോമാറ്റിക് പിന്നെ ഇല പിക്കപ്പ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് പോകുമെന്നില്ല പൂർണ്ണമായിട്ട്. നമുക്ക് വീണ്ടും അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാവുന്ന ചെടിയാണ്. അപ്പോൾ സിബി, ഇനി നമുക്ക് കുറച്ച് വെറൈറ്റികൾ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. അപ്പോൾ എന്തൊക്കെയാണ്? ഞാൻ ഇന്ന് റെക്സ് ബിഗോണിയാണ് ഒന്ന് പരിചയപ്പെടുത്താൻ. റെക്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് ഓടുന്ന റെക്സ് ബിഗോണിയ. അപ്പോൾ ബിഗോണിയയിലെ ഏറ്റവും പുതിയ ട്രെൻഡായിട്ടുള്ള റെക്സ് ബിഗോണിയ, ടീ ബിഗോണിയ തുടങ്ങിയ ഇനങ്ങളെ സിബി നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന നമുക്ക് അവയെ അടുത്തറിയാം. നമുക്ക് റെക്സ് ബിഗോണിയെ തന്നെ ആദ്യം പരിചയപ്പെടുത്തി കളയാം. ഈ റെക്സ് ബിഗോണിയ ഇതിപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ഒരേ പോട്ടിൽ നിലനിൽക്കുന്ന ചെടി തന്നെയാണ്. ഇതിപ്പോൾ നിറച്ച് ഇലകളെല്ലാം നിറഞ്ഞു വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതുണ്ടോ. ഇത് പൂർണ്ണമായിട്ട് ഡ്രൈ ആണ്. ഇപ്പോൾ ഇതിനുള്ളിൽ വെള്ളം തീരെ കൂടുതലാണ്. ഇത്രയും വലിയ ചട്ടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ നനയ്ക്കാറുള്ളൂ. നനയ്ക്കുമ്പോൾ നല്ലപോലെ നനയ്ക്കും. ഇത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലകളെല്ലാം എന്നോ ചീഞ്ഞു പോയിട്ടുണ്ടായേനെ. ഇതിൻ്റെ ഈ റെക്സ് ബിഗോണിയയുടെ ലീഫിലാണ് ഡിസൈൻ വ്യത്യാസം. ഇവിടെ ഒരു 10-11 വെറൈറ്റികൾ ഇരിപ്പുണ്ട്. എല്ലാം പുതിയ വെറൈറ്റികളാണ്. ഇതിൻ്റെ ഓരോന്നിനും ലീഫിൽ സിമിലറാണ് കാണാൻ. പക്ഷേ അതിൻ്റെ ലീഫിലുള്ള ഡിസൈൻ വ്യത്യാസമായിരിക്കും ഓരോന്നിൻ്റെ. എല്ലാം പുതിയ വെറൈറ്റികളാണ്. ഈ കാണുന്ന ചെടികളെല്ലാം വ്യത്യസ്ത ചെടികളാണ്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പൂവിൻ്റെ മൊട്ട് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മൊട്ടുകളായി വരുന്നത് കണ്ടില്ലേ. നിറച്ച് മുട്ടുകൾ വരുന്നുണ്ട്. ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴത്തേനും ഈ ഇലയുടെ മേലേക്ക് പൂക്കൾ വന്നിട്ട് നിറയും. ഇത് ശരിക്കും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ ഭംഗിയിൽ കാണിക്കാൻ പറ്റും. ഞാൻ സാധാരണഗതിയിൽ ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ചട്ടികൾ മാറ്റണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ ഈ ബിഗോണിയയുടെ കാര്യത്തിൽ വെച്ചാൽ ഇത് നമുക്ക് സാധാരണ ഇതിൻ്റെ ഉള്ളിലേക്ക് വിരലുകൾ ഇങ്ങനെ തള്ളിപ്പിടിച്ചതിൻ്റെ കടയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ ചട്ടി തിരിച്ചെടുത്ത് ഊരിയെടുത്തിട്ടാണ് നമ്മൾ വലുതിലേക്ക് മാറ്റുക. പക്ഷേ ഇതൊരു വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു വർഷമായിട്ട് ഈ വലിയ ചട്ടിയിൽ നടത്തിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്തിട്ട് ആണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചട്ടി മാറ്റിയിട്ടില്ല. ഒരു മിനിമം ഈ വളർച്ചയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ ചട്ടിയിലേക്ക് വെച്ച് വെള്ളം 15 ദിവസം, ഇപ്പോൾ ഇതിൻ്റെ ഒരു 10 ദിവസത്തിലൊരിക്കൽ നല്ലപോലെ നനച്ചാൽ മതി. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ
എന്താ ഒരു 20 ദിവസം 25 ദിവസത്തിനേ നനയ്ക്കുള്ളൂ. ഈ പറയുന്ന എല്ലാ വെറൈറ്റികളും ഇതുപോലെ വലിയ ചട്ടിയിൽ വളർത്താൻ പറ്റുന്നതാണ്. ഈ ഏഞ്ചൽ ബിഗോണിയും റെക്സ് ബിഗോണിയും എല്ലാ വെറൈറ്റിയും നമുക്ക് ഇതിലും വലിയ ചട്ടിയിലേക്കും വളർത്താം. നനയ്ക്കുമ്പം ഞാൻ വീണ്ടും 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 പറയുന്നത്, നനയ്ക്കുമ്പം ഡീപ്പ് വാട്ടറിങ്, അത് എത്രത്തോളം മണ്ണുണ്ടോ അത്രയും മണ്ണ് നനയുന്ന പോലെ നനയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഗ്യാപ്പ് മാറ്റുക. അതായത് ചെറിയ ചട്ടിയിൽ ചെറിയ ചെടിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ നനയ്ക്കായിരിക്കും. വലിയ ചട്ടിയും ചെറിയ ചെടിയാണെങ്കിൽ നമുക്ക് 5 ദിവസം കൂടുമ്പോൾ നനയ്ക്കുക. അങ്ങനെ അത് നമ്മൾ നിരീക്ഷിച്ചിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാണ്ട് ചെടി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗോണിയയുടെ വ്യത്യസ്തമായ വെറൈറ്റികളെ നമ്മൾ അടുത്ത് കണ്ടു. ബിഗോണിയയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ബിഗോണിയയുടെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവെച്ച സിബി ജോസഫിന് പ്രത്യേക നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ സംശയങ്ങൾക്കായി 8921962128 എന്ന നമ്പറിൽ വിളിക്കുക. തീർച്ചയായും മറുപടി പറയുന്നതാണ്. മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.